അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇക്ക ഇക്ക ഷഹർബാൻ്റെ വിളി കേട്ടിട്ടാണ് ഫിറോസ് കണ്ണു തുറന്നത്. ഇക്ക എണീക്ക്. എന്തടി? എണീക്ക്, സമയത്രായി നോക്കിക്ക്. ഞാൻ കുറച്ചുകൂടെ കിടക്കട്ടെ. എന്താ ഇക്ക ഇങ്ങനെ? സമയം ഒരുപാടായിട്ടോ. പിന്നെ അടുക്കളയിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നമുക്ക് ചായം കടിയൊന്നും ഉണ്ടാക്കൽ തുടങ്ങിയിട്ടില്ല തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് പാർസൽ വാങ്ങാം. എന്താ ഇക്ക നിങ്ങൾ ഒന്ന് എണീറ്റാണ്? ഷഹർബാൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി. നീ ഒന്ന് പോടി വേണേ, കുറച്ച് സമയം കൂടെ കിടക്കട്ടെ. മറ്റുള്ള ഏതായാലും കിടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. നീങ്ക എന്നെ സമ്മതിക്കാതിരുന്ന പിന്നെന്താ? എന്നാ ആയിക്കോട്ടെ, ഞാനും കൂടെ കിടക്കാം. നല്ലോണം ഉറങ്ങാലോ. അങ്ങനെ അതാ അവളും അവൻ്റെ കൂടെ കിടക്കുന്നു. എന്തായാലും എണീറ്റ് വരുമ്പോഴേക്കും ഫർഹബിത്ത ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഞാനേതായാലും ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ ഇദ്ദേഹത്തെ. ഇക്ക, നല്ല മഴയത്ത് കിടക്കാൻ നല്ല രസമുണ്ടല്ലേ? അല്ല, അവൾ അവിടെ കിച്ചണിലല്ലേ? കിച്ചണിൽ എത്തിയിട്ടില്ല, ബെഡ്റൂമിലാണെന്ന് തോന്നുന്നു. അറിയില്ല, ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെയൊക്കെ ശൂന്യമായി കിടക്കുകയാണ്. എന്തായാലും എനിക്ക് കുഴപ്പമില്ല, അവളെങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ നടത്തണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫിറോസ് അതായിരുന്നു പറഞ്ഞത്. ഷഹർബാൻ അത് കേട്ടപ്പോൾ വലിയ സന്തോഷമാണ് വന്നത്. എൻ്റെ പൊന്നിക്ക, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ മറ്റൊരു പെണ്ണ്? ഞാനുണ്ടല്ലോ, ഞാനുണ്ടാവുമ്പോൾ പിന്നെ ഇപ്പം എന്താ? ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല. അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷമായിട്ടുണ്ടാവും. അതെ, സുഖമായി കിടന്നു കേട്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എണീറ്റാൽ മതി. ഒരു നിമിഷം അവൻ വിചാരിച്ചു, ഫർഹബി ആണെങ്കിൽ ഇപ്പോൾ നിസ്കരിപ്പിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഇവളെനിക്ക് പറ്റിയപ്പോൾ ടീം തന്നെ ആയിട്ടുണ്ട്. സമയം 10 മണിയായി. രണ്ടുപേരും എണീറ്റ് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. ഫിറോസ് ഉറക്കെ അലറി, ഡി ഇവിടെ ചായ ഒന്നുമില്ലേ? എന്താ? ഫർഹബി, ചായ എടുത്തു വെക്ക്. അത് പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നു. മറ്റവൾ അപ്പുറത്തും ഇരിക്കുന്നുണ്ടോ? ഇവളെന്ത് എത്ര ലേറ്റാകുന്നത്? എന്താ എഴുന്നേൽക്കുന്നില്ലേ? ഇവളെ ഉറങ്ങായിരിക്കും വേണമെങ്കിൽ. കുഞ്ഞിനെ ഉറക്കാന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പോക്കുണ്ട് അവൾക്ക്. ആ പോക്ക് ഇപ്പോഴും അവൾ നിർത്തിയിട്ടില്ല. ഫർഹബി, ഡി ഏയ്. വാതിൽ തള്ളി തുറന്നുകൊണ്ട് അവൻ ഒരു നിമിഷം, ഇവളത് എവിടെ പോയി കെടുക്കുക? ഫർഹബി, എങ്ങോട്ട് വാടി, ഫുഡ് എടുത്തു വെക്ക്. അവൻ വീണ്ടും അലറി. അവിടെ ഫർഹബിയുമില്ല, ഒരു ബിയുമില്ല എന്നുള്ള കാര്യം പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഇവളത് എവിടെ പോയി? ഷഹർബാൻ, ഒന്നപ്പുറത്ത് പോയി നോക്കിക്കേ. ഷഹർബാന് ചുറ്റുഭാഗത്ത് നോക്കി. ഇല്ലിക്ക, ഇവിടെ ഒന്നുമില്ല. ഒരു നിമിഷം ഷഹർബാന് സന്തോഷമാണ് വന്നത്. എല്ലാം എനിക്ക് സ്വന്തം. മറ്റവൾ പോയെന്ന് തോന്നുന്നു. ഇക്ക, അവളെ കാണുന്നില്ല, പോയെന്ന് തോന്നുന്നു. പോണെങ്കിൽ പോട്ടെ. ഒരു നിമിഷം ഷഹർബാൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഇനി എനിക്ക് ഇദ്ദേഹത്തെ സ്വന്തം. ഇദ്ദേഹത്തെ മാത്രമല്ല, ഇദ്ദേഹത്തിനുള്ളതെല്ലാം. പിന്നെ ഇക്ക, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഒരു ഡയമണ്ട് നെക്ലേസ് കണ്ടിട്ട് ഇത്താത്തക്ക് ഒരു സുഖമില്ല കേട്ടോ. എന്നോട് ഇങ്ങനെ പറയണേ, ഇത് പെങ്ങൾ മുഹ്സിനിയുടേതാണ്, അതെടുക്കാൻ പാടില്ല എന്നൊക്കെ. എന്താന്നില്ലേ? മുഹ്സിൻ ആരുടെ കൂടെ പോയില്ലേ? ഇനി ഇങ്ങോട്ടും തിരിച്ചു വരില്ലല്ലോ. ഇനി അത് ഇട്ടോ പെണ്ണേ, നിനക്കല്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചത്? ശരിയാണ്, ഇതൊക്കെ നല്ല വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് ഞാനത് തരികയാണ്. നീ ഉപയോഗിച്ച ഇനി ഒരു മുഹ്സിനെയും ഇവിടേക്ക് കടന്നു വരില്ല. അതൊക്കെ മറ്റാരുടെ കൂടെ പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റൽ ബെഡിൽ കഴിയുകയായിരുന്ന ഫർഹബിയും കുഞ്ഞും. പാവം റാഷിദ് വളരെയധികം നല്ല ഹെൽപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇത്ത, ഇന്ന് ഡോക്ടർ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളെ എവിടെയാണ് കൊണ്ടുവിടുന്നത്? അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ കൊണ്ടുവിടാമായിരുന്നു. മോനെ, എടാ, സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. നന്ദിയൊന്നും വേണ്ട.
വഴിയരികിൽ കിടക്കണ നിങ്ങളെ കണ്ടപ്പോൾ പിന്നെ എനിക്കൊന്നും തോന്നിയില്ല. എന്തൊക്കെ തന്നെയാലും കുഴപ്പമില്ലാതെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇവിടെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റുന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും അല്ല, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ റാഷിദ് നല്ലൊരു ഹെൽപ്പാണ് അവർക്ക് നൽകിയത്. കുഞ്ഞിനെ അതാ ഫർഹബിയുടെ കൈകളിൽ കൊടുക്കുന്നു. എന്നാൽ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയട്ടെ? ആ, ഓക്കെ. അങ്ങനെ അതാ ഡിസ്ചാർജ് കാര്യങ്ങൾ, ബില്ല് എല്ലാം അവൻ തന്നെ അടക്കുന്നു. ഇത്ത, പിന്നെ നിങ്ങൾക്ക് നടക്കാൻ കഴിയുമോ? ആ, നടക്കണേയൊന്നും കുഴപ്പമില്ല. അവൾക്ക് കണ്ണീരുണ്ട്, സങ്കടമുണ്ട്. എൻ്റെ ഭർത്താവ് ഇപ്പോൾ മറ്റവളുടെ കൂടെ സുഖിക്കായിരിക്കും. എന്നെ മറന്ന് ഒരു അന്വേഷണമോ കാര്യങ്ങളൊന്നും പോലും. പഠിച്ചോനെ, ഇത്രയും വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജീവിച്ചില്ലേ, എന്നോട് ഒരു തരി സ്നേഹം അയാൾക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. ഫർഹബിയുടെ ശബ്ദമാകെ ഇടറിയിരിക്കുന്നു. അവൾ പടച്ച റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ടിരുന്നു. പഠിച്ചോനെ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ ഞാനൊരുപാട് തെറ്റ് ചെയ്ത പാപിയാണ്, ദോഷിയാണുള്ള റഹ്മാൻ, നീ പുറത്തു തരണേ റഹ്മാനെ. ഇനി ഒരിക്കലും തെറ്റ് ചെയ്തുകൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ടല്ല. അല്ലെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ദിനം പ്രതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലേറ്റായിട്ട് വരും, എന്തൊക്കെയോ ഉപയോഗിച്ചുകൊണ്ട്. എന്നെയും കുഞ്ഞിനെയും ചില സമയത്ത് കണ്ടുകൂടാത്ത ഫീല്. മറ്റു പെണ്ണുങ്ങളോടാണ് മൂപ്പർക്ക് ഇപ്പോൾ താല്പര്യം. അങ്ങനെയൊക്കെ. ഹോ റബ്ബേ, ഇനിയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. ഡിസ്ചാർജിൻ്റെ കടലാസ് കാര്യങ്ങൾ എല്ലാം ശരിയാക്കി റാഷിദ് പറഞ്ഞു, ഇത്ത നിങ്ങൾ വാഹനത്തിൽ കയറിക്കോളി. പിന്നെ നിങ്ങൾ എവിടെയാണ് പറഞ്ഞു വെച്ചാൽ ഞാൻ വിട്ടുതരാം. എങ്ങോട്ട് പോകണം എന്ന് അറിയുന്നില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട അവൻ ചോദിക്കുന്നു, അല്ല ഇത്ത എന്തൊക്കെ അറിയുന്നത്, കാര്യങ്ങൾ പറഞ്ഞോളൂ. ഏയ് ഒന്നുമില്ല, ഞങ്ങളെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ച് വിഷമത്തിലാണ്. പോകാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തരാം കേട്ടോ. വേണ്ട, അങ്ങോട്ട് വേണ്ട, ഞാൻ മറ്റൊരു വീട് കാണിച്ചു തരാം, ആ സ്ഥലം പറഞ്ഞു തരാം, അങ്ങോട്ട് കൊണ്ടാക്കിയാൽ മതി. അങ്ങനെ അതാ റാഷിദ് അവളെയും കുഞ്ഞിനെയും കൊണ്ട് അവൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഇതാ ഇവിടെ നിർത്തിക്കോളൂ എന്ന് പറയുന്നു. റാഷിദിനോട് ഇറങ്ങുമ്പോൾ ഒരുപാട് നന്ദി പറഞ്ഞു. അതെ, നിങ്ങളൊരിക്കലും മറക്കില്ല കേട്ടോ എന്നെ ബുദ്ധിമുട്ടായ അവസ്ഥയിൽ സഹായിച്ചത്. ഏയ് ഇത്ത, അതൊന്നും കുഴപ്പമില്ല. കുഞ്ഞിനെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞും നിങ്ങളും കിടക്കുന്ന കണ്ടപ്പോൾ വേറെ എന്തൊക്കെയാണ് ഓർമ്മ വന്നത്. അത് എനിക്ക് എൻ്റേതാണെന്ന് തോന്നിപ്പോയി. പിന്നെ ഞാൻ വളരെ വിഷമിച്ചു. നിങ്ങളെ രക്ഷിച്ചത് അതുകൊണ്ടാണ്. സത്യമായിട്ടും ഇത്ത, എനിക്ക് എൻ്റെ നിങ്ങളെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതെ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുഃഖം ഉണ്ടായതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പാതിയായ എൻ്റെ ഷമീനയും കുഞ്ഞും, അവൾ ഇതുപോലെ തന്നെ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്തു പറ്റി? അവൾ ചോദിക്കുന്നു. അല്ലേ, എൻ്റെ ജീവൻ്റെ പാതിയായ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അതാ അവൾ അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ പറയണ്ട കേട്ടോ, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പോഴേക്കും അവൻ ഒരു കാർഡ് എടുത്ത് അവളുടെ നേരെ നീട്ടി, ഇത്ത എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോ കേട്ടോ, ഇതിൽ എൻ്റെ ഹെൽപ്പ് ഉണ്ടാവും. നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യാനല്ലേ, എന്തുണ്ടെങ്കിലും വിളിച്ചാൽ ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പാണെങ്കിൽ ഞാൻ ചെയ്തു തരും കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു സ്വഭാവത്തിനുടമയായ റാഷിദ് അത് നൽകിക്കൊണ്ട് അതാ അവർ തിരിഞ്ഞു പോകുന്നു. ഫർഹബിയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, ഇങ്ങനെയും മനുഷ്യന്മാരെ നീ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ അല്ലാ, ഇത്രക്കും നല്ലൊരു മനുഷ്യനെ റബ്ബേ, പഠിച്ചവനെ. ഒരിക്കൽ കൂടി അയാൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നു, ഇത്ത എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളൂ കേട്ടോ, ബുദ്ധിമുട്ടാകേണ്ട ആവശ്യമില്ല കേട്ടോ, വീട്ടിലേക്ക് പോയിക്കോളൂ. കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ നിൽക്കാൻ പാടില്ല, രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാനും പാടില്ല, ഒക്കെ ശരിക്കും അപകടമാണ്. നമുക്കൊന്നും ചോദിക്കാനും പറയാനും വരെ പറ്റില്ല. പക്ഷെ പല രീതിയിൽ ആളുകൾ നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ സോൾവ് ചെയ്യാന്നല്ലാതെ ഇവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. ഫർഹബി അതാ കാണുന്നു ആ ഒരു കൊച്ചുകുടിൽ ദൂരെ നിന്ന്. റബ്ബേ, അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ എനിക്കറിയുന്നില്ല. അവരെ ഞാൻ ആട്ടിവിട്ടതാണ്. ലാസ്റ്റ് ഞാൻ അവരുടെ അടുക്കലേക്ക് പോവേ. എന്താ റബ്ബേ? പക്ഷെ കുഞ്ഞ് കരയുകയാണ്. കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അതിനുവേണ്ടി വീട്ടിലെത്തിയാൽ
എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുമായിരുന്നു. അവൾക്ക് ഭയമുണ്ട്. പഠിച്ചവനെ എന്താ ചെയ്യുക? അവൾ വീട്ടിലേക്ക് കയറി ചെല്ലട്ടെ എന്ന് വിചാരിക്കും. പിന്നെ അവിടെ ഇവിടേക്കായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കും. എന്തൊക്കെ തന്നെയാലും കുറച്ച് കഴിയട്ടെ. ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല. ഒന്ന് ഇരുട്ടിക്കോട്ടെ. അവൾ അവിടെ കുഞ്ഞിനെയും കൊണ്ട് മാറി നിന്നു. സമയം അതാ ഏകദേശം 7:30 തുടങ്ങി. അതുവരേക്കും അവൾ അവിടെ ഇവിടെയായിട്ട് നടന്നു. അങ്ങനെ അതാ അവൾ പ്രതീക്ഷയോടെയും അല്പം നാണത്തോടെയും ആ വീട്ടിലേക്ക് കടന്ന് ചെല്ലുകയാണ്. അവൾ അവിടെ അടച്ചിട്ട വാതിലാണ് കണ്ടത്. മുട്ടി വിളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഒരു പക്ഷേ എൻ്റെ മുഖം കാണുമ്പോൾ ഉമ്മയുടെ മനസ്സ് എന്തായിരിക്കും എനിക്കറിയുന്നില്ല റബ്ബേ. ഇവളെ ഉമ്മ സ്വീകരിക്കുമോ? ഹസനത്ത് സ്വീകരിക്കുമോ? കാരണം അവരെയെല്ലാം മാട്ടിപ്പുറത്താക്കിയ ഫർഹബിയെ ഉമ്മ സ്വീകരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോ ബാക്കി നമുക്ക് നാളെ വിടട്ടെ. ഇന്ന് കുറച്ച് ടൈം ലേറ്റൊക്കെ ആയപ്പോഴും ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ബാക്കി ഭാഗം വിടാം. ഫർഹബിയുടെ മനസ്സിൽ ഫർഹബി ഒരു കാലത്ത് എല്ലാവരും ആട്ടി പറഞ്ഞയച്ചു. പക്ഷെ വീണ്ടും അവരുടെ കാൽക്കിലേക്ക് വരാൻ തന്നെയാണ് അവരുടെ വിധി എന്ന് തന്നെ പറയാം. അതാണ്, നമ്മളൊരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എന്തൊക്കെ തന്നെ ഉണ്ടായാലും. ഒരു കാലത്ത് ഉമ്മയെയും ഉപ്പയെയും പുറത്താക്കിയ, അല്ലെങ്കിൽ മാതാപിതാക്കളെ പെങ്ങന്മാരെ പുറത്താക്കിയ ആളുകൾക്കെല്ലാം കിട്ടുന്ന ശിക്ഷ തന്നെയാണ് ഇവർക്കും കിട്ടിയത്. പക്ഷെ ആദ്യം തന്നെ അത് ഫർഹബിക്കായിരുന്നു ഏറ്റത്. ഇനിയൊരു പക്ഷേ ഓരോരുത്തർക്കായിട്ട് ശിക്ഷ വന്നുകൊണ്ടിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അങ്ങനെ ചെയ്തവരാരും രക്ഷപ്പെടുന്നില്ല. ഈ ലോകത്തുനിന്നല്ലെങ്കിൽ പരലോകത്തുനിന്നെങ്കിലും അവർ പിടിക്കപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം കേട്ടോ. ഉമ്മ സ്വീകരിക്കുമോ ഇല്ലയോ? കൈക്കുഞ്ഞുമായി അങ്ങ് ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതൊക്കെയാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.